ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 5, 6, 7 വാക്യങ്ങളാണ്. ജോസഫിൻ്റെ ഒരു സ്വപ്നമാണ്. ഒരിക്കൽ ജോസഫിനൊരു സ്വപ്നമുണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. 6-ാമത്തെ വാക്യം സ്വപ്നം ഇതാണ്. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റു നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. ശ്രദ്ധിച്ചാൽ നമ്മൾ വല്ല വില കൊടുക്കുമോ ഇതിന്? പാടത്ത് കൊയ്തു വച്ചിരിക്കുന്ന ഓരോ കെട്ടുകളായി വച്ചിരിക്കുന്ന കറ്റ, നിങ്ങളുടെ കറ്റകളെല്ലാം താഴ്ന്നു നിൽക്കുന്നു, തല താഴ്ത്തി നിൽക്കുന്നു. ഞാൻ കൊയ്ത കറ്റകൾ ഉയർന്നു നേരെ നിൽക്കുന്നു, തല ഉയർത്തി നിൽക്കുന്നു. നമ്മളാണെ പറയും, എന്തോ ഒരു പൊട്ട സ്വപ്നം ഞാൻ കണ്ടു എന്നേ പറയുള്ളൂ. ദൈവം നിനക്ക് തരുന്നത് സ്വപ്നമാകട്ടെ. ഒരാൾ നിന്നോട് നോക്കി പറയുമായിരിക്കട്ടെ, നീ അനുഗ്രഹിക്കപ്പെടും എന്നായിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് പറയാം, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്, ദൈവം നൽകുന്നത് ചെറുതായിട്ടൊക്കെ നമുക്ക് തോന്നും. പിന്നെ കറ്റ, നെല്ല്, പാടം, പണിയെടുക്കുന്നത്, ഇതൊക്കെയാണ് സ്വപ്നം. അങ്ങനെയല്ല. ആ സ്വപ്നത്തെ സീരിയസ് ആയിട്ടാണ്, ഗൗരവത്തോടെയാണ് ജോസഫ് എടുത്തത്. അതുകൊണ്ടാണ് കൃത്യം അത് പറയുന്നത്. ചെറിയ സ്വപ്നമാണെങ്കിൽ പോലും ദൈവമാണോ നിനക്ക് തന്നത്, അതിനെ വിലയോടെ എടുത്താൽ. ജോസഫിൻ്റെ ജീവിതം അനേകരുടെ മുമ്പിൽ വലിയൊരു സ്ഥാനത്തെത്തി നിന്ന ഒരാളാണ്. ഭൗതികമായും ദൈവത്താൽ ശക്തമായി അനുഗ്രഹിക്കപ്പെട്ട ആളാണ് ജോസഫ്. ഇദ്ദേഹം വീണ്ടും ഒരു സ്വപ്നം കണ്ടു. നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊക്കെ ഒരു സാധാരണ പൊട്ട സ്വപ്നമാണ്, നമ്മളൊന്നും വില കൊടുക്കത്തില്ല. 9-ാമത്തെ വാക്യം, വേറൊരു സ്വപ്നം കണ്ട്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. ചുമ്മാ ദിവാസ്വപ്നം കാണുക നമ്മൾ പറയില്ലേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താണു വണങ്ങുന്നു. പിന്നെ ജോസഫ് എന്ന വ്യക്തി ദൈവം കൊടുത്ത സ്വപ്നത്തെ പോലും വിലയുള്ളതായിട്ടാണ് കണ്ടത്.